ശ്രീല പ്രഭുപാദിന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്തദാസ് എന്ന് പറഞ്ഞ ഡിവോട്ടി എഴുതിയൊരു ബുക്കിൽ നിന്ന് വായിച്ച കാര്യമാണ്. അതിൽ പ്രഭുപാദിന്റെ ഒരു ശിഷ്യനാണ് ഹരിവിലാസ് ദാസ് എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം തനിക്ക് സെക്കൻഡ് ഇനിഷ്യേഷൻ ഗായത്രി മന്ത്രം കിട്ടുന്നതിൻ്റെ ഒരു പ്രഭുപാദുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഹരിവിലാസ് പ്രഭുപാദിനെ കാണാനായിട്ട് ഗായത്രി മന്ത്രം കിട്ടാനായിട്ട് ആ റൂമിലേക്ക് കയറി ചെന്നപ്പം പ്രഭുപാദ് അദ്ദേഹത്തിനോട് അടുത്ത് വന്നിരിക്കാനായിട്ട് പറഞ്ഞു. അപ്പം ഹരിവിലാസ് പ്രഭു കുറച്ചും കൂടെ അടുത്ത് വന്നു. അപ്പോൾ പ്രഭുപാദ് പറഞ്ഞു, ഇല്ല, അടുത്ത് ക്ലോസർ എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും അടുത്ത്, പിന്നെയും അടുത്തോട്ട് വരാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഗായത്രി മന്ത്രം സാധാരണ വലത്തെ ചെവിയിലാണ് ഉപദേശിച്ചു കൊടുക്കുന്നത്. ശാസ്ത്രം അനുസരിച്ചും വലത്തെ ചെവിയിലൂടെ കേട്ടുകഴിഞ്ഞാൽ കൂടുതൽ നമ്മുടെ ഹൃദയത്തിൽ ഉറച്ചിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രഭുപാദ് വലത്തെ ചെവിയിലൂടെ ആ മന്ത്രം പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അതെങ്ങനെയാണ് എണ്ണുന്നതെന്നൊക്കെ പ്രഭുപാദ് തന്നെ വ്യക്തിപരമായിട്ടത് കാണിച്ചു കൊടുത്തു, എങ്ങനെയാണ് എണ്ണുന്നതെന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് പ്രഭുപാദ് അദ്ദേഹം ഇറങ്ങാനായിട്ട് പോയപ്പോൾ അദ്ദേഹം അവിടുന്ന് ഗായത്രി മന്ത്രം കിട്ടാൻ വേണ്ടിയാണ് പാരീസിലോ മറ്റോ ആണെന്ന് തോന്നുന്നു, അവിടെയാണ് പ്രഭുപാദിനെ കാണാനായിട്ട് അദ്ദേഹം വന്നത്. അപ്പം അദ്ദേഹം മന്ത്രം കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു പോവാണ്. തിരിച്ചു പോകുമ്പോഴത്തേന് അദ്ദേഹത്തിന്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഡോവർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് അവിടെ നിന്നൊരു തോണിയിൽ ഒരു ഷിപ്പില് ബൊലോങ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക്, ഫ്രാൻസിൽ തന്നെയുള്ള ബൊലോങ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തിലേക്ക് പോവുകയാണ്. അപ്പൊ പ്രഭുപാദ് അദ്ദേഹത്തിനോട് ചോദിച്ചു, യു ആർ ഗോയിങ് ടു കെയിൽ എന്ന് പറഞ്ഞു. കെയിൽ എന്ന സ്ഥലത്തേക്കല്ലേ നീ പോകുന്നതെന്ന് ചോദിച്ചു. ഉടനെ ഹരിവിലാസ് പ്രഭു പറഞ്ഞു, അല്ല പ്രഭുപാദ്, ഞാൻ ഡോവറിൽ നിന്ന് ബൊലോങ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞു. ഉടനെ പ്രഭുപാദ് പറഞ്ഞു, ആർ യു ഷ്യൂർ യു ആർ നോട്ട് ഗോയിങ് ടു കെയിൽ? ഇങ്ങനെ, നീ കെയിലിലേക്കല്ലേ പോകുന്നത്, നിനക്ക് ഉറപ്പാണോ എന്ന് ചോദിച്ചു. യെസ് പ്രഭുപാദ്, യു ആർ റോങ്, അങ്ങനെ തന്നെ പറഞ്ഞു. പ്രഭുപാദ് അങ്ങ് പറയുന്നത് തെറ്റാണ്, ഞാൻ ഇതിലേക്ക് ബൊലോങ്ങിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് അപ്പൊ പ്രഭുപാദ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദെൻ ദാറ്റ് ഈസ് ഓൾ റൈറ്റ്, ശരി, ഓക്കെ എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം തിരിച്ചിറങ്ങിയപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഉള്ളിലൊരു വിഷമം തോന്നി. പ്രഭുപാദ്, യു ആർ റോങ് എന്ന് ഞാൻ പറഞ്ഞല്ലോ എന്നുള്ളൊരു, ആധ്യാത്മിക ഗുരു അങ്ങ് പറയുന്നത് തെറ്റാണ് എന്നുള്ളൊരു ശിഷ്യൻ പറഞ്ഞല്ലോ എന്നുള്ളൊരു ഫീലിംഗ് അദ്ദേഹം ഹരിവിലാസ് പ്രഭുവിനുണ്ടായിരുന്നു. അതിങ്ങനെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഇങ്ങനെ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ളത്. പിന്നെ അദ്ദേഹം അവിടുന്ന് ഷിപ്പ് യാർഡ് ഡോവർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി. അപ്പം അദ്ദേഹം ബൊലോങ്ങിലേക്കുള്ള ഷിപ്പ് കാത്തു നിൽക്കുകയാണ്. ഉടനെ അവിടെ ഒരു അനൗൺസ്മെന്റ് വന്നു, റഫ് വെതർ ആയതുകൊണ്ട് ഇന്ന് നമ്മുടെ ഷിപ്പ് ബൊലോങ്ങിലേക്കല്ല കെയിലിലേക്കാണ് പോകുന്നതെന്ന്. അപ്പൊ അദ്ദേഹത്തിന് ഭയങ്കര ഒരു സാക്ഷാത്കാരം ഉണ്ടായി. സ്പിരിച്വൽ മാസ്റ്ററിന്റെ വേർഡ് എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് ഭഗവാനുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വാക്കുകൾ പെർഫെക്റ്റ് ആണ്. അതിനകത്ത് നമ്മുടെ സാധാരണ ഒരു വ്യക്തിയുടെ വാക്കുകളെ പോലെ ഉള്ള ഇംപെർഫെക്ഷൻസ് അതിനകത്ത് ഉണ്ടാവില്ല എന്നുള്ള ഒരു സാക്ഷാത്കാരം അവിടെ വെച്ച് ഹരിവിലാസ് പ്രഭുവിനുണ്ടായി എന്ന് അദ്ദേഹം ആ ബുക്കിൽ പറയുന്നുണ്ട്.